ആ തെറ്റ് തിരുത്തിയെന്ന് മനസ്സിലാക്കിയ പോരെ. മുമ്പത്തെ നിലപാട് ശരിയായിരുന്നില്ല എന്ന് ഗവൺമെൻറ് ബോധ്യമായി, ജനവികാരം ശരിയല്ല എന്ന് ബോധ്യമായി. അതുകൊണ്ട് അത് തെറ്റ് തിരുത്താൻ ഗവൺമെൻറ് തയ്യാറായെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടില്ല കണക്കാക്കേണ്ടത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല എങ്കിൽ ഇന്ന് തിരുത്തിയെങ്കിൽ അതിന് നമ്മൾ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. അങ്ങടക്കം അധ്യക്ഷനായ നവോത്ഥാന മതിലൊക്കെ കെട്ടിയ സമയം ഉണ്ടായിരുന്നു 2018. അതിൽ ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു, അങ്ങുണ്ടായിരുന്നു അതിന് മുന്നിൽ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു തെറ്റാണെന്ന് തോന്നുന്നില്ല. അന്നും ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ജഡ്ജ്മെൻറ്റ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞത് നിരാശാജനകമാണ്. സ്ത്രീകൾ യുവതീ പ്രവേശനം ഒരിക്കലും അനുവദിച്ചുകൂടാ. അഥവാ അനുവദിച്ചാൽ തന്നെ യുവതികളാരും പ്രവേശിക്കരുത്, യുവതികൾ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. തെറ്റുകളും തിരുത്തുകളും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലായാലും പൊതുജീവിതത്തിലായാലും ഉണ്ടായാൽ അത് നല്ലതിന് നല്ലതെന്ന് നമ്മൾ കണക്കാക്കാൻ ഉള്ള വലിയ മനസ്സാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. LDF സർക്കാരിന് പക്ഷേ അതിലൊരു കൃത്യമായ സ്റ്റാൻഡ് ഇതുവരെ ആയിട്ടില്ല. തിരുത്താതിരിക്കാം, എന്ത് നടക്കാമെന്നൊക്കെയാണ് ഇപ്പോഴും നേതാക്കളൊക്കെ പറയുന്നത്. എനിക്കറിയില്ല, അവർ അഫിഡവിറ്റ് കൊടുത്തില്ലല്ലോ. കൊടുത്തു കഴിഞ്ഞിട്ട് അഭിപ്രായം പറയുന്നതല്ലേ നല്ലത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം എന്നുള്ള രീതിയിലായിരിക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആ ഒരു ജനരോഷത്തില്ലാതാക്കാനുള്ള ശ്രമം നമ്മൾ കരുതാൻ കഴിയും. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ആ തെറ്റ് തിരുത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമായിട്ട് കാണാൻ കഴിയുമോ? അങ്ങനെ കണക്കാക്കാനൊക്കെ ഒന്നുമില്ല. ജനവികാരം ഗവൺമെൻറ് നല്ലപോലെ ബോധ്യമായിട്ടുണ്ട്. പക്ഷെ ആ ജനവികാരം ഉണ്ടായ സമയത്ത് പോലും LDF ഗവൺമെൻറ്റിനെതിരായ എല്ലാ ശക്തികളും എതിർത്തിരുന്ന ഇപ്പോൾ പോലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDF തന്നെ പിന്നെ ഭൂരിപക്ഷം കിട്ടി. പക്ഷെ എന്നാൽ തന്നെയും ആ ജനവികാരം എതിരാണെന്നുള്ള വികാരം ഇപ്പോഴും വിചാരങ്ങൾ LDFിനുള്ളത് കൊണ്ടാണ് അത് തിരുത്തുമെന്നുള്ള ചിന്ത ഉണ്ടായെങ്കിൽ അത് നല്ലതല്ലേ. സർക്കാർ നിലപാട് മാറ്റണമെന്നൊരു നിലപാടുണ്ടോ? എന്തോ സർക്കാർ അവരുടെ നിലപാട് മാറ്റണമെന്ന് സർക്കാർ നിലപാട് മാറ്റാതിരിക്കാനും ജനങ്ങളുടെ ശക്തമായ വിചാരങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറുമല്ലോ, സ്വാഭാവികമല്ലേ. എന്തഭിപ്രായം? തീർച്ചയായിട്ടും ഞാൻ ആദ്യമേ തൊട്ട് പറയുന്ന ഒരാളാണല്ലോ. സ്ത്രീ പ്രവേശനം, യുവതീ പ്രവേശനം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് കടന്നു പോകുന്നത് അതുപോലെ പോകുന്നതായിരിക്കും നല്ലത്.